എൻ്റെ അച്ഛൻ മ്യൂസിക്കിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ഒരാൾ വന്നിട്ടുണ്ട്, എന്തിനാണ് നീ ഇത്രയും നിറച്ചു വെച്ചിരിക്കുന്നത്, എവിടെയെങ്കിലും ഒരു നിശബ്ദത കൊടുത്തുകൂടെ, ഇതൊക്കെ അതാണ് എൻ്റെ ഇമ്പോർട്ടൻസ്. പ്രമേയത്തിൽ ആ ചങ്ങലയുടെ സൗണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് കേട്ടോന്നറിയോ? അവിടെ മ്യൂസിക് ഇടാത്തതുകൊണ്ടാണ്. അവിടെ മ്യൂസിക് ഇട്ട് നിറച്ചു വെച്ചിരുന്നത് നിങ്ങൾ ചങ്ങലയും കേൾക്കാൻ പോകുന്നില്ല, ചങ്ങല ഉണ്ടെന്ന് മനസ്സിലാവും, ചങ്ങലയുടെ സൗണ്ടും കേൾക്കും, പക്ഷെ അതിന്റെ ഡീറ്റെയിലിംഗ് നിങ്ങൾ കേൾക്കാൻ പോകുന്നില്ല. ഇവരെന്തൊക്കെയാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് സ്വയം ഡയറക്ടർ തന്നെ തിരിച്ചറിയുന്ന ഒരു സ്പേസ് ആണ് മിക്സിംഗ് തിയേറ്റർ. ഞാൻ ഒരു പ്രേക്ഷകന്റെ ചെവിയായിട്ട് മാറുന്നു, അതാണ് കറക്റ്റായിട്ടൊരു മിക്സിംഗ്. സിനിമയിലെ ശബ്ദം എന്ന് പറയുന്നത് വെളിച്ചവും മറിച്ചിട്ടാണ് സിനിമ ഉണ്ടാവുന്നതെങ്കിലും അവർ ശബ്ദം എപ്പോഴും മറക്കപ്പെട്ട ഒരു വിഭാഗമാണ്. ശബ്ദം കൊണ്ട് ജീവിക്കുന്ന രണ്ടുപേരാണ് ഇന്നിവിടെ ഉള്ളത്. ദിസ് ഈസ് ആർ ജെ ചിച്ചു ആൻഡ് യു ആർ വാച്ചിങ് ക്ലബ് ക്രൂ. ആൻഡ് നമ്മുടെ കൂടെ ഇന്നുള്ളത് എം ആർ രാജകൃഷ്ണൻ സാറാണ്. സാർ വെൽക്കം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അടിപൊളിയായിട്ട് പോകുന്നു. എല്ലാ ഭാഷകളിലും സിനിമ ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാ തലങ്ങളിലും കൂടെ യാത്ര ചെയ്തു എന്ന് വേണം പറയാൻ. എന്റെ ഗുരു ശരിക്കും ദീപൻ ചാറ്റർജി, അദ്ദേഹം മ്യൂസിക് ഫീൽഡായിരുന്നു. ഞാൻ ജനിച്ചു വളർന്നത് ഒരു സംഗീത കുടുംബത്തിലാണ്. അപ്പോൾ അവിടുന്ന് വരുന്നു. അപ്പോൾ എനിക്ക് സ്റ്റുഡിയോ എന്നൊക്കെ പറയുന്ന ഒരു പുതിയ അനുഭവം ആയിരുന്നില്ല. എൻ്റെ ചെറുപ്പകാലത്തിൽ എൻ്റെ സെക്കൻഡ് ഹോം എന്നുള്ള ലൈനിലാണ് സ്റ്റുഡിയോ ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം ആകാശവാണിയിലെ സ്റ്റുഡിയോ ആണെങ്കിലും അച്ഛൻ പോയി റെക്കോർഡിങ്ങിന് പോകുന്ന സ്റ്റുഡിയോ ആണെങ്കിലും എല്ലാം നമ്മുടെ ഒരു സെക്കൻഡ് ഹോം. അപ്പം അതിന് പേടിയുണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ ക്യാമറ പഠിക്കണമെന്ന് പറഞ്ഞിരുന്നിട്ട് അങ്ങനെ അത് പറ്റാതെ ഈവൻ അപ്പോൾ ആ സമയത്താണ് പ്രിയദർശൻ അദ്ദേഹം ചെന്നൈയിലൊരു സ്റ്റുഡിയോ തുടങ്ങുകയും എന്നെ അദ്ദേഹം വലിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. അങ്ങനെ അവിടെ എത്തി എൻ്റെ ശ്രദ്ധ മുഴുവൻ സൗണ്ടിലേക്ക് മാറുകയും എനിക്കത് ഭയങ്കരമായിട്ട് എൻ്റെ രക്തത്തിലുണ്ടായിരുന്നിരിക്കും അത്. അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് എനിക്കത് ഭയങ്കരമായി എന്നെ അതിലേക്ക് അട്രാക്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഞാൻ പിന്നെ വിഷ്വൽ വേണം എന്ന് വിചാരിച്ച ആള് ശബ്ദത്തിലേക്ക് പോയി. പക്ഷെ അൾട്ടിമേറ്റ്ലി എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ഞാൻ വിഷ്വൽ പഠിക്കാൻ പോയിട്ട് എനിക്ക് സന്തോഷ് ശിവന്റെ കൂടെ വർക്ക് ചെയ്യണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം ചെറുപ്പത്തിൽ. സൗണ്ട് പഠിച്ചിട്ട് സന്തോഷ് ശിവന്റെ സിനിമ തന്നെയാണ് ആദ്യമായിട്ട് ചെയ്തത്, അപരിചിതൻ. അപ്പൊ എന്തായാലും വിധി അവിടെ ഉണ്ട്, എവിടെയൊക്കെയോ നമ്മൾ വിചാരിച്ചത് സ്വപ്നം എങ്ങനെയൊക്കെയോ അതൊക്കെ സാധിച്ചു എന്നുള്ളതാണ്. അന്ന് മമ്മൂക്ക സിനിമ ചെയ്ത ആ ഒരു രീതിയല്ല ഇന്ന് പ്രമേയം എത്തി നിൽക്കുമ്പോഴേക്കും. രണ്ടിനും ഒരു ഹൊറർ മോഡുണ്ട്. അപ്പോ എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട് മൊത്തത്തിൽ നോക്കുമ്പോഴേക്കും? ഹൊറർ പടം എന്ന് പറഞ്ഞു പോകുമ്പോഴത്തേക്ക് ശബ്ദത്തിന് ഏറ്റവും കൂടുതൽ ഷൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഹൊറർ. അത് എല്ലാ ലാംഗ്വേജിലും എനിക്ക് കൃത്യമായിട്ട് അതാത് സമയത്ത് ഒരു ഹൊറർ പടം കൊടുത്തരും ദൈവമായിട്ട്. അങ്ങനെയാണ് എല്ലാ ലാംഗ്വേജിലും നമ്മൾ രക്ഷപ്പെട്ട് കയറിപ്പോയത്, എല്ലാം ഒരു ഹൊറർ പടം വെച്ചിട്ടാണ്. കാരണം ഇപ്പം ആദ്യം തുടക്കം അപരിചിതയിൽ തുടങ്ങി. അന്ന് മോണോം സിനിമകൾ മാത്രം ഇറങ്ങിക്കൊണ്ടിരുന്ന കാലഘട്ടം, അതായത് എല്ലാ ശബ്ദങ്ങളും കൂടെ നടുക്കത്തെ സ്പീക്കറിൽ കൂടെ വന്നുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഈ പടം നമുക്ക് DTS ചെയ്യാം, അതായത് ഡിജിറ്റൽ തിയേറ്റർ സിസ്റ്റം എന്ന് പറയുന്ന സംഭവം ചെയ്യാം എന്ന് പറഞ്ഞ് വന്നു. ഞാൻ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്ന പടം. അപ്പം ഞാൻ അതുവരെ എന്തൊക്കെ പഠിച്ചോ അതെല്ലാം കൂടെ ആ പടത്തിൽ അങ്ങ് പ്രയോഗിച്ചു, മനസ്സിലായി. അപ്പൊ അന്ന് ഞാൻ ചെയ്യുന്ന സമയത്ത് സൈലൻസിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കാതെ ചെയ്തൊരു ഹൊറർ പടമാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ, എൻ്റെ കരിയറിൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ സൈലൻസിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കാതെ ചെയ്തൊരു ഹൊറർ പടം. പക്ഷെ അത് അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കി. കാരണം തിയേറ്റേഴ്സ് ഇപ്പം 5.1 തിയേറ്റേഴ്സ്, അതായത് DTS തിയേറ്റേഴ്സിൽ പടം ഭയങ്കരമായി കളക്ട് ചെയ്യും, മോണോ തിയേറ്ററിൽ കളക്ഷൻ കുറഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു സംഭവം ഈ സിനിമയ്ക്ക് ഉണ്ടായി. അപ്പൊ എല്ലാവരും തിരിഞ്ഞു നോക്കി, എന്താ ഇത് ഇങ്ങനൊരു സംഭവം ഉണ്ടാവുന്നത്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിലോ അല്ലെങ്കിൽ കേരളത്തിലോ ശബ്ദത്തിനുള്ള മാറ്റത്തിനുള്ള കാരണം വൺ ഓഫ് ദ റീസൺ ആയി. അതെനിക്ക് എൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് എൻ്റെ ഒരു കരിയറിൽ എന്നെ സ്റ്റാമ്പ് ചെയ്യാനായിട്ടുള്ള ഒരു വഴിത്തിരിവായി മാറി ആ സിനിമ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതൊരു ഹൊറർ പടം ആയതുകൊണ്ട് തന്നെയാണ്, നോ ഡൗട്ട്. ശരിക്കും പറഞ്ഞപ്പോ ഒരു സൗണ്ട് അല്ലെങ്കിൽ സൗണ്ട് സിസ്റ്റം അത്രമാത്രം സിനിമയുടെ ഒരു ഇത് തന്നെ മാറ്റാനായിട്ട് ആ കളക്ഷൻ മാറി. അത്തരം തിയേറ്ററിൽ മാത്രം ആൾക്കാർ കൂടുതൽ വരികയും മോണോ തിയേറ്ററിൽ പോയിരിക്കുകയും ചെയ്യുമ്പോൾ എല്ലാവരും ചിന്തിക്കില്ലേ, അപ്പൊ ഇവിടെ എന്തോ സംഭവിക്കുന്നുണ്ട്, പ്രശ്നമുണ്ടെന്ന്. അപ്പൊ അത് അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ സൗണ്ടിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളൊരു തോന്നൽ വന്നു. അതിനുശേഷം അങ്ങനെ പല പല സിനിമകൾ, ഒരു എൻ്റെ മൈൽ സ്റ്റോണിൽ നോക്കുകയാണെങ്കിൽ ആനന്ദഭദ്രം എന്ന് പറഞ്ഞൊരു സിനിമ പിന്നീടുണ്ടായി. അത് വീണ്ടും എൻ്റെ ഒരു നിലനിൽപ്പിനെ ഒന്നുകൂടെ സ്റ്റാമ്പ് ചെയ്തു. അതിനുശേഷം കീർത്തിചക്ര ഉണ്ടായി, അപ്പൊ വീണ്ടും ഒരു സ്റ്റാമ്പ് കൂടെ കിട്ടി. അങ്ങനെ പല സിനിമകളുണ്ടായി. അതിനുശേഷം ഈ സിനിമകളെല്ലാം കണ്ട് തമിഴിലേക്ക് നമ്മളെ വിളിച്ചു. തമിഴിൽ എന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറെ പടങ്ങൾ ചെയ്തെങ്കിലും എന്നെ റെക്കഗ്നൈസ് ചെയ്തത് വീണ്ടും ഒരു ഹൊറർ പടത്തിലാണ്, പിസ. വീണ്ടും ഒരു പിസ വന്നപ്പോഴത്തേക്ക് ഇതാരാടാ എന്ന് ചോദിച്ച് അതിനുശേഷം
നിറയെ സിനിമകൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ ജിഗർദണ്ഡ, എന്തുകൊണ്ട് സൂതുകവും, ലോട്ട് ഓഫ്, ഇപ്പൊ ലാസ്റ്റ് വന്നിട്ട് ക്യാപ്റ്റൻ മില്ലർ വരെ വന്നിരിക്കുന്നു. അപ്പം അങ്ങനത്തെ സിനിമകൾ നമുക്ക് വരാനുള്ള, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും നമുക്ക് മാർക്കറ്റ് തരാനായിട്ട് മായ വരും. അപ്പോഴത്തേക്ക് വീണ്ടും ഒന്നും കൂടെ മാർക്കറ്റ് കൂടി. ഒരു ഹൊറർ സിനിമ എപ്പോഴും ഒരു ശബ്ദം സംവിധായകൻ എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു ഹൊറർ സിനിമ അവന്റെ മാർക്കറ്റ് കയറ്റിക്കൊണ്ടേയിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവനാണ് അതിലെ ഹീറോ. ശബ്ദം കൊണ്ട് ഏറ്റവും കൂടുതൽ മാജിക് കാണിക്കാൻ പറ്റുന്ന അവിടെ. ഈ പണ്ടത്തെ ഹൊറർ സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മൂങ്ങ കരയുന്നത്, എവിടെയെങ്കിലും ഒരു നായ കൂകി വിളിക്കുന്നത്, ഒരു ചെന്ന, ഇതൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പൊ അത് മാറിയിട്ട് ഒരു സൈലന്റ് മോഡിൽ അതായത് നേരെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ബീജം പെട്ടെന്ന് ഡ്രോപ്പ് ചെയ്ത് ഒരു സൈലന്റ് മോഡ് പോവുക, പിന്നെ അവിടെ നിന്ന് അപ്ലിഫ്റ്റ് ചെയ്യുക, അങ്ങനത്തെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഈ സൈലൻസ് എപ്പോഴും പണ്ട് മുതലേ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഫാക്ടറാണ്. എന്റെ അച്ഛൻ സിനിമ കണ്ടിട്ട് വന്നിട്ട്, ഇപ്പൊ അപരിചിതൻ സിനിമ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപരിചിത സിനിമ കണ്ടിട്ട് വന്നിട്ട് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, എന്തോന്നാടാ മ്യൂസിക് ഇട്ട് നീ ഇങ്ങനെ നിറച്ചു ഇട്ടിച്ചു വെച്ചിരിക്കുന്നത്, നിനക്ക് എവിടെയെങ്കിലും ഒരു സൈലൻസ് കൊടുത്തുകൂടെ? അതായത് എൻ്റെ അച്ഛൻ മ്യൂസിക്കിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ഒരാൾ വന്നിട്ടുണ്ട്, എന്തിനാണ് നീ ഇത്രയും നിറച്ചു വെച്ചിരിക്കുന്നത്, എവിടെയെങ്കിലും ഒരു നിശബ്ദത കൊടുത്തുകൂടെ നിനക്ക്? അതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അന്ന് എനിക്ക് മനസ്സിലായില്ല, അന്ന് ചെറുപ്പമല്ലേ. പിന്നീട് നമ്മൾ ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഇന്ന് ഞാൻ റിയലൈസ് ചെയ്യുന്നു, സൈലൻസ് ഇസ് ദ മെയിൻ കീ ഓഫ് എ ഹൊറർ മൂവി. അതായത് നമ്മൾ ഒരു പടത്തിൽ സൈലൻസ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ സൈലൻസ് സ്പേസ് കണ്ടുപിടിക്കുക. ഇപ്പൊ ഞാൻ ചെയ്യുന്ന സമയത്ത് ഏത് സിനിമ എടുത്താലും ഐ വിൽ ട്രൈ ടു ഫൈൻഡ് എ സൈലൻസ്. ഒരു ഇമ്പാക്ട് ഉണ്ടാവുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു സൈലൻസ് ഉണ്ടാക്കിയിരിക്കും, എന്നാൽ ആ ഇമ്പാക്ട് വർക്ക് ആവുള്ളൂ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇപ്പം തെലുങ്കില് വിരുപക്ഷ എന്ന് പറഞ്ഞ ലാസ്റ്റ് ചെയ്ത ഒരു പടമുണ്ട്. അതും ഒരു ഹൊറർ ബേസ്ഡ് പടമാണ്. അത് എവിടെയൊക്കെ നമ്മൾ സൈലൻസ് ഇട്ടോ അവിടെയൊക്കെ തിയേറ്ററിലെ ആൾക്കാർ ഭയങ്കരമായി ഇങ്ങനെ ഒരു വാക്യൂം ഫീലിലേക്ക് പോകും. അതായത് ഭയങ്കര അത്രയും നേരം നമ്മൾ ശബ്ദം വെച്ച് പേടിപ്പിച്ചു എന്ന് വിചാരിക്കുന്ന സ്ഥലത്തൊന്നും പേടിച്ചിട്ടില്ല. ആ നിശബ്ദം ഇടുന്ന സ്ഥലത്ത് എല്ലാവരും വളരെ ഇങ്ങനെ പേടിച്ച് ഇപ്പൊ എന്താ സംഭവിക്കും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈയൊക്കെ പിടിച്ചോണ്ടിരിക്കാൻ തുടങ്ങും. അത് ഞാൻ റിയലി കണ്ടിട്ടുണ്ട് തിയേറ്ററിൽ. അപ്പോഴാണ് ഞാൻ സൈലൻസിന്റെ ബ്യൂട്ടി എന്താണെന്നുള്ളത് ഞാൻ റിയലൈസ് ചെയ്യുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ സാറിന്റെ ഒരു എന്താ പറയുക സിനിമാ കരിയർ എടുത്ത് നോക്കുമ്പോഴേക്കും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ സിനിമകളെല്ലാം ഗംഭീര സിനിമകളാണ്. ഇപ്പോൾ ക്യാപ്റ്റൻ മില്ലർ ആണെന്നുണ്ടെങ്കിലും, സലാർ ആണെന്നുണ്ടെങ്കിലും, കാന്താര ആണെങ്കിലും, അനിമൽ ആണെന്നുണ്ടെങ്കിലും എല്ലാം വളരെ എന്താ പറയുക നമ്മൾ ഏറ്റവും കൂടുതൽ ഹൈപ്പ് കിട്ടിയ കുറച്ച് സിനിമകളാണ്. ആ സിനിമകളിലേക്ക് എത്തിപ്പെട്ടതും അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്, അതിന് ശേഷമുള്ള സാറിന് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്? ഇതിനെല്ലാത്തിനും ഞാൻ ഇത് ചെറിയ വലിയ പടങ്ങൾ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയത് രംഗസ്ഥലം എന്ന് പറഞ്ഞ പടത്തിന്, തെലുങ്ക് പടത്തിന്. അന്ന് എൻ്റെ നാട്ടിലുള്ള എല്ലാവരും വിചാരിച്ചു ഏതോ തെലുങ്കിന് അവാർഡ് കിട്ടി, രാജകൃഷ്ണൻ എന്നുള്ള പേര് കൊണ്ടായിരിക്കും വിചാരിക്കും. ഇപ്പോൾ ഈ റീസെൻ്റിലേക്ക് ഒരുപാട് പേര് പറഞ്ഞു രാജകൃഷ്ണൻ എന്ന് വെച്ചപ്പോൾ തെലുങ്കിനാന്ന് വിചാരിച്ചത്, മലയാളിയെന്ന് അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ. എൻ്റെ കൂട്ടുകാർക്ക് കിട്ടിയപ്പോൾ പോലും ഭയങ്കര ആദരവൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ പേര് കാരണം എന്നെ ആരും ഒന്ന് വിളിച്ച് കൺഗ്രാജുലേറ്റ് ചെയ്തിട്ട് പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ കൂട്ടുകാരൊക്കെ വിളിച്ചിട്ടുണ്ടോ, പക്ഷെ ആരും അറിഞ്ഞിട്ട് പോലും ഇല്ല എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയെന്ന്. അപ്പോൾ അതും ചിലപ്പോൾ പേരും ഉണ്ടായിരിക്കാം. പിന്നെ കാന്താര എന്ന് പറഞ്ഞ സിനിമ ചെയ്തതിന് ശേഷമാണ് എന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പുള്ളി ആരാ എന്ന് അന്വേഷിക്കാൻ തുടങ്ങിയത്. അതർ സ്റ്റേറ്റ് അപ്പോഴും പടങ്ങൾ ചെയ്യുന്നുണ്ട് ഞാൻ അപ്പോഴും, പക്ഷെ മെയിൻ സ്ട്രീം പടത്തിലേക്കില്ലേ അങ്ങോട്ടൊരു എൻട്രി. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സലാർ പോലത്തെ മൂവി എൻ്റെ അടുത്ത് വന്നതിൻ്റെ കഥയെ പറയുന്നത്. ഇപ്പം അനിമലിന്റെ ഡയറക്ടറിന്റെ കാര്യം വിട്, കാരണം വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ആദ്യത്തെ സിനിമ അർജുൻ റെഡ്ഡി ഉൾപ്പെടെ ഞാനുണ്ട്. പക്ഷെ ഞാൻ അന്ന് അർജുൻ റെഡ്ഡി ചെയ്തു, എന്നെ തെലുങ്കിന്ന് ആരും വിളിച്ചിട്ടില്ല പടം ചെയ്യാൻ വരൂ എന്ന് പറഞ്ഞിട്ട് ആരും വിളിച്ചില്ല. വല്ലപ്പോഴും ഒരാൾ അർജുൻ റെഡ്ഡി കണ്ടിട്ട് ഇത് ആരാ ചെയ്തെന്ന് നോക്കി തപ്പി എടുത്ത് ഒരാൾ വന്നു. ഒരു കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് തെലുങ്ക് മൂവീസ് ഒന്നും ഉണ്ടായിട്ടില്ല ആ സമയത്തൊന്നും. പക്ഷെ കാന്താരയ്ക്ക് ശേഷം എനിക്ക് പറയാം എൻ്റെ ലൈഫിൽ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ മൈൽ സ്റ്റോൺസ് ഇല്ല, അതിലൊരു വലിയ മൈൽ സ്റ്റോൺ ആണ് കാന്താര. അത് ഭയങ്കരമായൊരു മൈൽ സ്റ്റോൺ ആണ്. അവിടുന്ന് എനിക്ക് ബിഫോർ കാന്താര ആഫ്റ്റർ കാന്താര എന്ന് പറയുന്ന ഒരു ലെവലിലോട്ട് സംഭവം മാറി, എൻ്റെ കരിയർ മാറി. ഈ കാന്താര എങ്ങനെയായിരുന്നു അത്രയും ഡീപ്പ് അത്രയും ഡെപ്തിലേക്ക് സാറിന് എങ്ങനെ അത് പോകാൻ പറ്റി? അത് ഞാൻ പറഞ്ഞു, നമുക്ക് ഒരു സിനിമയിലും നമ്മളല്ല വർക്ക് ചെയ്യുന്നത്, നമ്മൾ ആ സിനിമ നമ്മളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നതാണ്. ഞാൻ തുടക്കം മുതൽ വിഷ്വൽ നമ്മൾക്ക് പറഞ്ഞു തരും കൃത്യമായിട്ട്, നിങ്ങൾ എന്ത് ചെയ്ത നീ ഇത് ചെയ്യൂ, നീ ഇത് ചെയ്യൂ. വിഷ്വൽ എൻ്റെ അത് പറഞ്ഞു തരുന്ന കാര്യം ഞാൻ ചെയ്തിട്ടുള്ള, അല്ലാതെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, ഒരു സിനിമയിലും ഒന്നും ചെയ്തിട്ടില്ല. വിഷ്വലിൻ്റെ അടുത്ത് പറയും ഇതാണ് നീ ഈ വിഷ്വൽ ഡിമാൻഡ് ചെയ്യുന്നത്, നീ ഇത് ചെയ്യട എന്ന് എൻ്റെ അടുത്ത് വിഷ്വൽ പറയുന്ന പോലെ തോന്നും, ഞാനത് ചെയ്യും. പക്ഷെ അത് വിഷ്വൽ ഡിമാൻഡ് ചെയ്യാത്ത സിനിമകൾക്കൊന്നും സംഭവിക്കത്തുമില്ല. ഞാൻ ചെയ്യുന്നു ഇഷ്ടം. ഇപ്പോൾ എല്ലാ ദിവസവും ഒരു മാസം ഞാൻ 6 പടം ഇതിനടുപ്പിച്ച് ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ 10 പടത്തിൻ്റെ വർക്ക് പാരലി നടക്കുന്നുണ്ട്.
ഇതിലൊക്കെ ഞാൻ ഓരോ ദിവസം രാവിലെ മുതൽ ഉച്ച വരെ വരണം, ഉച്ചയ്ക്ക് ശേഷം വരണമെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. ഇതിൽ ഇപ്പോൾ ഒരു 10 പടത്തിൽ ചിലപ്പോൾ ഒരു 2 പടമായിരിക്കും വിഷ്വലി എന്നെ ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. എനിക്ക് ഡയറക്ടർ വന്നിരുന്ന് പറഞ്ഞിരുന്ന കാര്യമില്ല. അതർ ഭാഷ ചെയ്യുന്ന സമയത്ത് ഡയറക്ടർ വന്നിരുന്ന് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യും, അങ്ങനെയൊന്നുമില്ല. മനസ്സിലായില്ലേ? സിനിമയാണ് എനിക്ക് പറഞ്ഞിരുന്നത്. ഞാനൊരു പ്രേക്ഷകനാണ്. ഞാനെപ്പോഴും പ്രേക്ഷകനായിട്ട് സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ പ്രേക്ഷകനായിട്ട് കാണുമ്പോഴത്തേക്ക് പ്രേക്ഷകർക്ക് എന്താണ് വേണ്ടത് അതാണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ആ കാന്താരയുടെ ഡെപ്ത് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് വിഷ്വലിൽ തന്നെ ഉണ്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ടൈം സിനിമ കാണുന്നത് ഇവിടെ കൊച്ചിയിലിരുന്ന. കൊച്ചിയിൽ നമ്മുടെ ഋഷഭ് ഷൂട്ടിംഗ് പാച്ച് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് കൊച്ചിയിൽ വന്നു. അപ്പം ഞാനിവിടെ കൊച്ചിയിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എവിടെ ഉണ്ടെന്ന് വെച്ചു. ഞാൻ സപ്ത റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലായിരുന്നു ഇരുന്നത്, വേറൊരു പടത്തിൻ്റെ വർക്കിലായിരുന്നു. പുള്ളി അവിടെ വന്നു. എന്നിട്ട് പടം കണ്ടില്ലല്ലോ, കാണുന്നു പറഞ്ഞു. അപ്പോൾ എനിക്ക് പടം ഇട്ട് തന്നു. ഞങ്ങളെല്ലാവരും ഫുൾ ടീം അന്ന് ക്യാമറാമാൻ അരവിന്ദ് ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് പടം കാണുന്നു. വലിയ സ്ക്രീനിൽ പടം ഇട്ടു, ഞാൻ കണ്ടു. എനിക്ക് വേണ്ടിയിട്ട് ഇട്ട പടം. അപ്പോൾ ഞാനിരുന്ന് കണ്ട് ഞാൻ തുടക്കത്തിലൊക്കെ തോന്നിയത് സാധാരണ സിനിമ. ഫസ്റ്റ് തുടക്കത്തിൽ പുള്ളിയുടെ ഇൻട്രോ ഉണ്ടപ്പോൾ ഞാൻ ക്ലാപ്പ് ചെയ്തു. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നാശാൻ. ഞാൻ നിർത്തിയിട്ട് ചോദിച്ചു, എങ്ങനെ ആശാൻ ഇത് ചെയ്തെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ പണ്ട് മുതലേ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. ഞാൻ പറഞ്ഞു, ഒരിക്കലും അല്ലാതെ ഇത് ചെയ്യാൻ പറ്റില്ല. കാളയുടെ പുറത്ത് ഇത് എന്താ ബാലൻസ്, എന്താ രസം അത്. ആ ഷോട്ട് ഞാൻ ഞെട്ടിപ്പോയി. അടിപൊളി തോന്നുന്നു. അതിനുശേഷം ആ പടത്തിലൂടെ നമ്മൾ ഇന്നായി. കുറച്ച് പോയപ്പോഴത്തേക്ക് പിന്നെ ഇറ്റ് ബിക്കം എ നോർമൽ മൂവി ഫോർ മീ. എൻ്റെ പേഴ്സണൽ എന്താ പറയുക. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മൂവി പതുക്കെ നമ്മളിൽ ഗ്രോ ചെയ്യാൻ തുടങ്ങി. ഇത് പതുക്കെ ക്ലൈമാക്സ് എത്തിയപ്പോഴത്തേക്ക് എനിക്ക് ഒന്നുമില്ല, പുള്ളിയുടെ അഭിനയം മാത്രമാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ കണ്ട വേർഷൻ അല്ല, വെറും റോ വേർഷൻ. പുള്ളിയുടെ അഭിനയം മാത്രം പറയുന്നത്. എനിക്ക് രോമാഞ്ചം കൊണ്ട് നിൽക്കാനും ഇരിക്കാനും വയ്യാത്ത അവസ്ഥയിൽ പോയി. എന്നിട്ട് ഞാൻ ഇത് പടം കഴിഞ്ഞ് ഞാൻ അവിടെ വെച്ച് ക്ലൈമാക്സിൽ വാ തുറന്ന ക്ലൈമാക്സ് പുള്ളി ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അടച്ചത്. അത്ര നേരെ വാ തുറന്നിരിക്കുക എന്നുള്ളത് ഞാൻ റിയലൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ വിധത്തിൽ വാ തുറന്നു പോയി. എന്നിട്ട് ഞാൻ എണീറ്റിട്ട് ഞാൻ ഡെസ്കിൻ്റെ പുറത്ത് ഞാൻ തട്ടിയിട്ട് ഞാൻ ഒറ്റ ഇതുവരെ പുള്ളിക്ക് ഇതുവരെ പടം നാഷണൽ അവാർഡ് ഇതിൽ വന്നിട്ടില്ല. ഇനി ഈ വർഷമായിരിക്കും. ഞാൻ പറഞ്ഞ് അന്ന് അടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇത് റെക്കോർഡിങ്ങിലിരിക്കുക. ഞാൻ പറഞ്ഞത്, ഈ പടത്തിന് നാഷണൽ അവാർഡ് നിങ്ങൾക്ക് തന്നില്ലെങ്കിൽ നാഷണൽ അവാർഡിന് ഇനിയുള്ള വിശ്വാസമേ എനിക്കില്ലാതാവും. ഇത്രയും നാൾ ഞാൻ നിങ്ങളെ ഒരു ഡയറക്ടറായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. ലൈക്ക് നിങ്ങൾ വലിയ ഡയറക്ടറാണ്, നല്ല ഡയറക്ടറാണ്. ഞാൻ കിറുക്ക് പാർട്ടി മുതൽ ഞാൻ പുള്ളിയുടെ വർക്ക് ചെയ്യാണ്. പുള്ളി നല്ലൊരു ഡയറക്ടറാണ്. ആക്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഡബിൾ മൈൻഡ് ഉണ്ടായിരുന്നു. അത് പുള്ളിയുടെ മുഖത്ത് നോക്കി പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു. പക്ഷേ നിങ്ങൾ ദ ബെസ്റ്റ് വർക്ക്. ഇനി ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് പോലും ഇനി ഇതിൻ്റെ മുകളിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ഞാൻ ഇതിൻ്റെ പുറത്തടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് നാഷണൽ അവാർഡ് ഉറപ്പില്ലെങ്കിൽ ഞാൻ നാഷണൽ അവാർഡിന് ഞാൻ വിശ്വസിക്കുകയില്ല തന്നില്ലെങ്കിൽ. അപ്പോൾ അത്രയ്ക്ക് ഡെപ്ത് അതിൽ തന്നെ ഉണ്ട്. പിന്നെ നമ്മൾ വെറുതെ കൂടെ അങ്ങ് നടന്നു പോയാൽ പോരെ. അല്ല, പക്ഷെ എങ്കിലും ആ ഒരു മൂവിക്ക് അത്രയും ഡെപ്ത് വരുന്നതിന് മ്യൂസിക്കിന് വലിയൊരു ഞാൻ പറഞ്ഞ പോയിന്റ് അതാ. മ്യൂസിക് ഇല്ലാതല്ലേ ഞാൻ കണ്ടത്. മ്യൂസിക് ഇല്ലാതെ എനിക്ക് ആ ഡെപ്ത് കിട്ടിയില്ലേ. അതെ, അതപ്പോൾ ആരെ പറഞ്ഞു? ആ സിനിമയല്ലേ. അതെ, ആ സിനിമയിൽ ആ ഡെപ്ത് ഉണ്ട്. അതിൻ്റെ കൂടെ എന്ത് മ്യൂസിക് വായിച്ചാലും അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്താലും അത് ഡെവലപ്പാവും, ഇനി മുകളിലേക്ക് പോകും. പക്ഷെ നമ്മളത് വൃത്തിയായിട്ട് ചെയ്യണം, ആ സിനിമയ്ക്ക് അനുസരിച്ച് ചെയ്യണം. അതിന് പകരം വേറെ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ അത് കയ്യിൽ നിന്നും പോകും. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് പല സിനിമകളും. നമ്മൾ ഒന്നുമില്ലാതെ കണ്ടിട്ട് എന്ന് പറഞ്ഞിട്ട് മ്യൂസിക്കും എല്ലാം കൂടെ വന്നു കഴിയുമ്പോഴത്തേ എന്തെങ്കിലും ചെയ്യുന്നു. അപ്പോൾ അത് മ്യൂട്ട് ചെയ്യുമ്പോൾ വീണ്ടും പഴയത് വരും. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ചെയ്തിരിക്കുന്നത് തെറ്റാണെന്നുള്ളത്. അങ്ങനെയും വരും. അങ്ങനെ വന്നിട്ട് എന്തെങ്കിലും മൊത്തത്തിൽ മാറ്റിയിട്ട് വീണ്ടും റീവർക്ക് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒരുപാട് സിനിമ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ സിനിമകളുടെ പേരൊന്നും എടുത്ത് പറയാൻ പാടില്ല. അങ്ങനെ ഞാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ച് കേൾപ്പിച്ചു കൊടുക്കും. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇമ്മീഡിയറ്റ് ഞാൻ ഫുൾ സാധനം മ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ ഈ സീൻ കാണാൻ പറയും. അപ്പം ഇവർക്ക് എല്ലാവർക്കും അത് ഞാൻ എന്താണ് പറയുന്നുള്ളത് മനസ്സിലാവും. ഫുൾ മ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ സീൻ കാണും. എന്നിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് പറയാൻ പറയും. മ്യൂട്ട് ചെയ്തിട്ട് കാണുമ്പോൾ യെസ്. അപ്പം അത്ര നേരം കണ്ട മൂടേ ആയിരിക്കില്ല മ്യൂട്ട് ചെയ്തിട്ട് കാണുമ്പോൾ. കാരണം ഈ മ്യൂസിക്കിൽ എന്ന് പറഞ്ഞ ഒരു ഭയങ്കര അടിപൊളി ഒരു സംഭവമുണ്ട്. അതായത് എൻറ്റയർ ക്രൗഡിൻ്റെ ഇമോഷനെ മാറ്റാൻ പറ്റും. സത്യം എൻറ്റയർ ക്രൗഡിന് ഇപ്പോൾ ഡയറക്ടർ വിചാരിക്കുകയാണ് ഈ എൻറ്റയർ ക്രൗഡും ഞാൻ വിചാരിക്കുന്ന സ്ഥലത്ത് ഇവിടെ വന്നിക്കണം എന്ന് പറഞ്ഞാൽ ആ മ്യൂസിക്കിനെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. ശരിയാണ്. ഇപ്പം ഞാൻ ഒരു സീനിന് ഇപ്പോൾ ഒരാൾ നടന്നു വരുന്നു, അവിടെ ഞാനൊരു ഹീറോയിക് മ്യൂസിക് ഇട്ടാൽ ഞാൻ ആരാന്ന് പോലും പറയേണ്ട, ആൾക്കാർ വിചാരിക്കുക അവൻ ഹീറോയാണ് വരുന്നത് എന്നിരിക്കുന്ന 200 അല്ലെങ്കിൽ 300 പേര് അല്ലെങ്കിൽ 1000 പേരും
വിചാരിക്കും അവൻ ഹീറോ ആണ്. അതേ സ്ഥലത്ത് ഞാൻ ഒരു വില്ലൻ മ്യൂസിക്കാണ് എടുത്തതെങ്കിൽ എല്ലാവരും വിചാരിക്കും അവൻ വില്ലനാണ്. അതേസമയം ഒരു കോമഡി മ്യൂസിക് ഇടുന്നുണ്ടെങ്കിൽ അവൻ വരുന്നത് കോമഡിയൻ എന്നായിരിക്കും. അത്രയ്ക്ക് ഈസിയാണ് ഒരു 1000 പേരെ ഒരുമിച്ച് ഒരേപോലെ ചിന്തിപ്പിക്കാൻ ഒരു മ്യൂസിക്കിന്. അതേ മാജിക്കാണ് ഇപ്പൊ ഇറങ്ങിയ പടമില്ലേ മഞ്ഞുമൽ ബോയ്സിൽ. കൃത്യമായിട്ടുള്ള സ്പോട്ടിൽ കൃത്യമായിട്ടൊരു സാധനം വന്നപ്പം അടിച്ചത് കണ്ടോ? സത്യം. എൻ്റെ തിയേറ്റർ എണീറ്റ് ക്ലാപ്പ് ചെയ്തു. അത് എന്തുകൊണ്ട്? അവിടെ മ്യൂസിക് ഇല്ലായിരുന്നു. ആ സാധനമേ ഇട്ടില്ലെങ്കിൽ ആ ക്ലാപ്പ് വരില്ല. അവിടെ ക്ലാപ്പ് ചെയ്യാൻ വേണ്ടിട്ട് കൃത്യമായി വെൽ പ്ലാൻഡ് ആയിട്ട് പ്ലേസ് ചെയ്തതാ. അത് മാത്രമല്ല ആ ഒരു പാട്ടിന്റെ ഇമോഷനെ മാറ്റിക്കളഞ്ഞു. അതാ പറഞ്ഞു. അപ്പൊ ഒരു സൗണ്ടിന്റെ ഇമ്പോർട്ടൻസ് ആലോചിച്ച് നോക്കി. അവിടെ ആ സാധനം അവിടെ കൃത്യമായിട്ട് അവിടെ പ്ലേസ് ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ എവറി തിയേറ്ററിന്റെ എവറി വേൾഡ് എല്ലായിടത്തും ഒരേപോലെ ആൾക്കാർക്ക് ഒരേ ഇമോഷൻ. സത്യം. അതങ്ങോട്ട് മാറ്റിയിരുന്നെങ്കിൽ ഈ പറയുന്ന എല്ലാവർക്കും 1000 ഇമോഷൻ, ലക്ഷക്കണക്കിന് ഇമോഷൻ ആയിരിക്കും. ശരിയാ. അവൻ ഏത് മൂഡിലാണ് ഇരിക്കുന്നത് ആ മൂഡിൽ അങ്ങനെ അവൻ ഇരിക്കും. അതെ, എണീറ്റ് ക്ലാപ്പ് ചെയ്യില്ല. അതാണ് അതിൻ്റെ അകത്തുള്ള ബ്യൂട്ടി. അപ്പൊ ഇതിനകത്ത് ഈ പറയുന്ന പരിപാടി മനസ്സിലായില്ല? അതെ, മനസ്സിലായി. പിന്നെ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം, കാന്താര 2 സെക്കൻഡ് പാർട്ട് എന്തായി? എന്തെങ്കിലും? കാന്താര 2 പൂർവാധികം ശക്തിയോടുകൂടി ബാക്ക്ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങൾ വി ആർ ഇൻ ടച്ച്. ഞാൻ അതിന്റെ സോങ് ഒക്കെ കേൾക്കാനുള്ള അവസരമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നുണ്ട്. ഭയങ്കര രസമായിട്ട് അജനീഷ് ലോകനാഥ് എന്ന് പറയുന്ന മലയാളിയാണ്. അത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിയില്ല. പുള്ളിയെ മലയാളത്തിൽ എപ്പോഴെങ്കിലും ഉപയോഗിക്കാൻ പറ്റണം എന്ന് ആഗ്രഹം എനിക്കുണ്ട്. അതായത് ഞാൻ പലയിടത്തും ഞാൻ പറയാൻ ശ്രമിക്കുന്നുണ്ട് അജുനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. അജു എന്തായാലും മലയാളത്തിൽ വരട്ടെ എന്ന് ഞാനും വിചാരിക്കുന്നു. കാരണം ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരാളാണ്. പുള്ളി അടിപൊളിയായിട്ട് ഒരു സോങ്സ് 1-2 ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തൊരു വൈറലാവാൻ സാധ്യതയുള്ള ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട്, ഗെറ്റിംഗ് റെഡി എന്നുള്ളതാണ്. ഫസ്റ്റ് പാർട്ടിനേക്കാൾ ഗംഭീരമായിരിക്കും എന്ന് പറയാൻ പറ്റും. ഇനി അത് നമ്മളെ ആളല്ല, സോറി, നോ തള്ളൽ, തള്ളി മതിയായി. അതുകൊണ്ട് അതിനെ കുറിച്ചൊക്കെ പറയുന്നില്ല. വരട്ടെ, വന്നതിന് ശേഷം തള്ളാം. എന്തായാലും സംഗതി ഗംഭീരമാണ്. അതെ, അത് നമ്മളിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം നേരത്തെ പറഞ്ഞില്ലേ, ഇതിന്റെ മോളിൽ ചെയ്യാൻ തന്നെയാ ശ്രമിക്കുന്നത്. ആ ശ്രമം എന്തായാലും അതിന്റെ മുകളിൽ ചെയ്യാനാ. അത് മുകളിലാവോ എങ്ങനെ ആവോ എന്നുള്ളത് ചെയ്ത് കഴിഞ്ഞ് തിയേറ്റർ വരുമ്പോഴേ നമുക്ക് പറയാൻ അറിയുള്ളൂ. അതുകൊണ്ട് പക്ഷെ നമ്മുടെ ശ്രമം അതിന്റെ മുകളിൽ ചെയ്യാനാ, അത് പറയാം. ഇന്ത്യയെക്കാളും നന്നായിരിക്കണം. പക്ഷെ എന്നാൽ അതിന്റെ കോൺഷ്യസ്നെസ് ഉണ്ടാവാൻ പാടില്ല. നമ്മളത് ആ പടം ചെയ്യുമ്പോൾ എന്താണോ നമ്മുടെ മാനസികാവസ്ഥ അത് തന്നെ ആയിരിക്കണേ ഭഗവാനെ ഈ പടം ചെയ്യുമ്പോഴും എന്നാണ് എന്റെ പ്രാർത്ഥന. കാരണം അയ്യോ കാന്താര 2 ആണല്ലോ ചെയ്യുന്നത് എന്ന് പറഞ്ഞല്ല കാന്താര ചെയ്തത്. കാന്താര ഇസ് ജസ്റ്റ് അനദർ കന്നഡ മൂവി. നമ്മുടെ ലിസ്റ്റിൽ അടുത്തൊരു കന്നഡ പടം, നല്ലൊരു പടം ചെയ്യുന്നു, ഇത്രേ ഉള്ളൂ. അതേ ഫീൽഡിലായിരിക്കണം കാന്താര 2 വർക്ക് ചെയ്യേണ്ടത്. എന്നാൽ ഡെഫിനറ്റ്ലി ആ പടം വിൽ ബി എ ഹിറ്റ്. ദാറ്റ് ഇസ് ഫോർ ഷുവർ. സലാർ ചെയ്തപ്പോഴേക്കും KGF എപ്പോഴെങ്കിലും സാറിന് മിസ് ചെയ്തല്ലോ എന്ന് തോന്നിയിട്ടുണ്ടോ? അത് പലപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പ്രശാന്തുമായിട്ട് ഞങ്ങൾ ഭയങ്കര അറ്റാച്ച്ഡ് ആയി. ഇപ്പോൾ ഇത്രയും ഒരു പടം വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഇത്രയും പടങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്നത്, സമ്പത്ത് എന്ന് പറയുന്നത് ആ പടത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിനെക്കാളിലും ആ പടത്തിൻ്റെ ടീമുമായിട്ടുള്ള നമ്മുടെ ബന്ധമാണ്, കണക്ഷനാണ്. അപ്പോൾ ആ ബന്ധത്തിൽ ഞാനും പ്രശാന്തുമായിട്ട് ഭയങ്കരമായിട്ടൊരു കണക്ഷൻ ഉണ്ടായി. അപ്പോൾ ഈവൻ പ്രശാന്തിൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഒരു കണക്ഷൻ്റെ ഡെപ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ വീടിൻ്റെ മതിൽ പൊളിഞ്ഞു വീണ ഒരു പ്രശ്നം ഉണ്ടായല്ലോ, ലൈക്ക് ട്രിവാൻഡ്രത്ത് എൻ്റെ കുടുംബ വീടില്ലേ, കുടുംബ വീടിന്റെ മതിൽ പൊളിഞ്ഞു വീണു. അപ്പൊ ഞാൻ സലാർ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് ഞാൻ നിർത്തി, വർക്ക് നിർത്തിയിട്ട് ഞാനിങ്ങനെ കാര്യം പറഞ്ഞു, എനിക്ക് നീഡ് ടു. അപ്പൊ ഒരു ഹാഫ് ഡേ ഓൾമോസ്റ്റ് എല്ലാവരും ബ്രേക്ക് ചെയ്തു. ഞാൻ മാറി നിൽക്കുക, ഞാൻ മാറി നിന്ന് ഫോൺ കോൾസിന്റെ മുകളിൽ ഫോൺ കോൾസ് എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാന്ന് പറയുന്ന ഒരു പരിപാടിയിൽ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരുന്നു. എവ്രി വൺ വാസ് സോ മച്ച് സപ്പോർട്ടീവ്. അതെ, ഞാനവിടെ ഹൈദരാബാദ് നിൽക്കുക, അപ്പം ഞാനിവിടെ ഇല്ലതാനും. അപ്പം അങ്ങനെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അതുകൂടാതെ എൻ്റെ അടുത്ത് ഇമ്മീഡിയറ്റ് പറഞ്ഞ കാര്യം എന്ന് പറയുമോ, ഷുഡ് ഐ കം ദേ വിത്ത് യു, എൻ്റെ അടുത്ത് ഞാൻ വരണോ. എന്നിട്ട് ഇവിടെ ചെന്നൈ വന്ന് പടം കഴിഞ്ഞ് ഇപ്പം എൻ്റെ അടുത്ത് മിക്ക ദിവസവും ആ ടൈമിൽ എന്നെ വിളിച്ച് ചോദിക്കും, എന്തായി ഞാൻ വരണോ, വേറെന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടോ. ഈവൻ ദ പ്രൊഡ്യൂസർ ഫ്രം ദ ടീം കോൾ മീ ദാറ്റ് ലൈക്ക് എന്തെങ്കിലും ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്ന ആവശ്യമുണ്ടോ, എന്തുണ്ടോ അവരെന്നൊക്കെ പറഞ്ഞാൽ അവർ ആ ഒരു ഹോംലി ഫീൽ, ഭയങ്കര രസം. നമ്മളെ കെയർ ചെയ്യും, ഭയങ്കരമായിട്ട് കെയർ ചെയ്യും. അത് നമുക്ക് ഭയങ്കര ഒരു സുഖമല്ലേ. അപ്പം അത് മതി.
അതാണ് സിനിമയകത്തുള്ള ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ. പിന്നെ അപ്പം അവർ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞ KGF ചെയ്തില്ല എന്ന് തോന്നുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഈ ബന്ധം നേരത്തെ ഉണ്ടാവണമായിരുന്നു എന്നാണ് തോന്നിയത്. നോട്ട് പടം ചെയ്യണം എന്നുള്ളതിനേക്കാളും ഐ ഫെൽ ലൈക്ക് ഐ ഷുഡ് നേരത്തെ കണ്ടുമുട്ടണമായിരുന്നു എന്ന് തോന്നി. പിന്നെ സാർ അതേപോലെ ഈ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജുറാസിക് പാർക്കിലേക്ക് വരുമ്പോൾ ഈ ദിനോസർ അത് നമ്മൾ കണ്ടിട്ടില്ല, അതിന്റെ സൗണ്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊരു ഏകദേശ ധാരണ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ഇമാജിനറി ആയിട്ടുള്ള ഒരു സംഭവത്തിന്റെ സൗണ്ട് വേണം എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ടാസ്ക് അല്ലേ? അതല്ലേ ഡിസൈനിങ്, അതാണ് ഡിസൈനിങ്. നമ്മളതൊക്കെ സ്വപ്നമാണ്. നമ്മുടെ ഇപ്പൊ നിങ്ങൾ എന്റെ സ്വപ്നത്തിനെ കുറിച്ചായി പറഞ്ഞത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പടം ചെയ്യാന്ന് പറയുന്നതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം. കാരണം ഇല്ലാത്തൊരു ശബ്ദത്തിനെ കുറിച്ച് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതല്ലേ നമ്മുടെ ജീനിയസ്. അപ്പൊ നമ്മൾ ഇതുവരെ നമ്മുടെ ജീനിയസ് കാണിച്ചിട്ടില്ല, കാണിക്കാൻ അവസരം കിട്ടിയിട്ടില്ല എന്നാണ് അർത്ഥം. ഞാൻ പറഞ്ഞില്ലേ, അതെന്നൊക്കെ പറഞ്ഞ വേറെ ലെവൽ ഓഫ് പരിപാടിയാണ്. അതെന്ന് വെച്ചാൽ നിങ്ങളെ മേക്ക് ബിലീഫ് ചെയ്യാണ്. നിങ്ങൾ ഒന്നാമത്തെ കാര്യം, നമ്മൾ ഡൈനോസറിനെ കണ്ടിട്ടില്ല. ഡൈനോസറിന്റെ ഇപ്പൊ നിങ്ങൾ കടുവയുടെ സൗണ്ട് എടുത്ത് ഡൈനോസറിന് ഇട്ടാൽ നിങ്ങൾ പറയുന്നത് കടുവയുടെ സൗണ്ട് അല്ലേ എന്ന് ചോദിക്കില്ല. നിങ്ങൾ കണ്ണടച്ചാലും കടുവയുടെ സൗണ്ട് മനസ്സിലാവും ഇല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് വേറെ സൗണ്ട് ഉണ്ടാക്കണ്ടേ? അതിന് വേണ്ടിയിട്ടുള്ള ഒരു റിസർച്ച് ഡെവലപ്മെന്റ് ടീം തന്നെ അവർ ക്രിയേറ്റ് ചെയ്തിട്ട് അവർ ചെയ്തിരിക്കും. ചുമ്മാ ഒന്നുമല്ല, ഭയങ്കര സയന്റിഫിക് ആയിട്ട് പോയി അവരുടെ എന്താ പറയുക സ്കെൽട്ടൺ ഷേപ്പ് വരെ നോക്കി അതിലെങ്ങനെ ഒരു സൗണ്ട് ക്രിയേറ്റ് ആവുമെന്ന് നോക്കി അതൊക്കെ നോക്കിയിട്ട് അവർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ശബ്ദമാണ്. അല്ലാതെ ചുമ്മാ അവർ ഒരു ദിവസം ഇരുന്നു ഓക്കെ ഇങ്ങനെ ഒരു കടുവയുടെ സൗണ്ട് ഇട്ടോ എന്ന് പറയുന്ന ലൈനല്ല അത്. നമ്മുടെ ഇന്ത്യയിൽ അതിലോട്ട് എത്തിയിട്ടില്ല. നമ്മളതിന്റെ ഒരു 10% ഇപ്പൊ മേ ബി നമ്മൾ ഇപ്പോഴത്തെ ഒരു നിലയിൽ നമുക്കിപ്പോൾ ബഡ്ജറ്റൊക്കെ കിട്ടി തുടങ്ങി. ഇപ്പൊ നമുക്കൊരു 50% നമ്മൾ ഏകദേശം അതിനോട് അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നേ പറയാൻ പറ്റും. ഓക്കെ, ഇപ്പോഴും നമ്മൾ പറയുകയാണ് ഇങ്ങനത്തെ ഒരു സൗണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 25 ലക്ഷം രൂപയുടെ ചിലവുണ്ട് എന്ന് പറഞ്ഞാൽ എങ്കിൽ പിന്നെ ഞാൻ പടം ഇറക്കുന്നില്ല, നിങ്ങൾ വേറെ ആര് ചിലവാക്കും? ഒന്നുമില്ല. ബഡ്ജറ്റ് ഒരു പ്രശ്നമാണ്. ബഡ്ജറ്റ് വലിയൊരു പ്രശ്നമാണ്. സൗണ്ടിന് വേണ്ടിയിട്ട് അവർ ബഡ്ജറ്റ് എന്ന് പറയുന്ന സാധനമേ ഇത്ര നാൾ ഉണ്ടായിരുന്നില്ല. സിനിമയിലെ ശബ്ദം എന്ന് പറയുന്നത് വെളിച്ചം മറിച്ചിട്ടാണ് സിനിമ ഉണ്ടാവുന്നതെങ്കിലും അവർ ശബ്ദം എപ്പോഴും മറക്കപ്പെട്ട ഒരു വിഭാഗമാണ്. അതിന് ബഡ്ജറ്റ് പോലും ഇടാറില്ല. ഇപ്പൊ ഇട്ടു തുടങ്ങി. അതൊരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. കാരണം എന്ന് വെച്ചാൽ അത് തന്നെ വലിയ ഭാഗ്യമാണ്. ഇപ്പൊ ബഡ്ജറ്റിൽ തന്നെ സൗണ്ട് സൗണ്ടിനൊരു വിഭാഗമുണ്ട്. പണ്ടില്ലായിരുന്നു. ഇല്ലായിരുന്നു. വരുമ്പോ നോക്കാം എന്നുള്ള ആറ്റിറ്റ്യൂഡായിരുന്നു. മനസ്സിലായില്ലേ? ചിലപ്പോൾ നമുക്കിപ്പോൾ എന്താ പറയുക, മൂവി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ സൗണ്ട് പാർട്ട് ഇപ്പോൾ സാർ ഒരു ഓഡിയോ എഞ്ചിനീയർ ആണ് അല്ലെങ്കിൽ സൗണ്ട് എഞ്ചിനീയർ ആണ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് സിനിമയിലെ സൗണ്ട് എന്ന് പറയുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ഇപ്പോൾ എന്താണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിപൊളി എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഈ സിനിമയുടെ സൗണ്ട് എന്ന് പറയുമ്പോഴേക്കും അത് ഏതൊക്കെ ഭാഗങ്ങളായിട്ട് നമുക്കതിനെ ഡിവൈഡ് ചെയ്യാം? അത് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോഴും എപ്പോഴും എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരാൾ വന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിപൊളിയായിട്ടുണ്ട്. പലരും ഇപ്പോൾ ഞാൻ സൗണ്ട് ചെയ്യുന്നത് മ്യൂസിക് കലക്കി കിട്ടും. അപ്പം ഞാൻ മ്യൂസിക് അല്ല ചെയ്യുന്നത്, കുറച്ച് അവരെ പഠിപ്പിക്കാൻ നോക്കിയിട്ട് ഞാൻ തന്നെ അങ്ങ് വിടും. ഓക്കെ ഞാൻ മ്യൂസിക് തന്നെ ഓക്കെ ഞാൻ അങ്ങ് എഗ്രി ചെയ്ത് കൊടുക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ വേറെ അവരെ ഇരുത്തിയിട്ട് നമ്മൾ പഠിപ്പിക്കാൻ പോയിട്ട് യാതൊരു കാര്യമില്ല. പക്ഷെ അവർക്ക് അറിയാവുന്ന പരിമിതമായിട്ടുള്ള അറിവില്ല അവർ പറയുന്നത്. അവരുടെ ഡെയിലി റൈസ് എന്ന് പറയുന്നത് സിനിമയല്ല. അവർ എൻജോയ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ സിനിമ കാണുന്നു, അവരുടെ കമന്റ് പറയുന്നു. അത് വളരെ സന്തോഷമായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ലതെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഈ കാറ്റഗറീസ് എല്ലാം അതിൻ്റെ അകത്ത് വരും എന്നുള്ള സന്തോഷത്തിൽ നമ്മൾ ഇരിക്കുന്നത്. പക്ഷെ എന്നാലും ഞാൻ പറയാൻ ശ്രമിക്കാറുണ്ട് പല സ്ഥലങ്ങളിലും. ഞാൻ ഇവിടെയും പറയാം, എത്ര സ്ഥലത്ത് എത്ര പേർക്ക് അത് മനസ്സിലാവും അല്ലെ കേൾക്കാൻ താല്പര്യപ്പെടുമെന്ന് എനിക്കറിയില്ല. അതായത് 3 കാറ്റഗറിയാണ് ഉള്ളത്. അതായത് ഒരു റെക്കോർഡിസ്റ്റ്, ഒരു സൗണ്ട് ഡിസൈനർ ഉണ്ടാവും, ഒരു മിക്സിംഗ് എഞ്ചിനീയർ ഉണ്ടാവും. ഇപ്പം ഞാൻ ഈ 3 തലങ്ങളും വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. എന്നിട്ട് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഡിസൈനിങ് സ്പെഷ്യലൈസ് ചെയ്യുന്നുണ്ട്, മിക്സിംഗ് സ്പെഷ്യലൈസ് ചെയ്യുന്നുണ്ട്. റെക്കോർഡിങ്ങിൽ പോകാറില്ല, കുറച്ച് വേർക്കുന്ന പണിയാണ്. സ്റ്റുഡിയോ വിട്ടിട്ട് വെളിയിൽ ഇറങ്ങേണ്ട പണിയായതുകൊണ്ട് റെക്കോർഡിങ്ങിലോട്ട് ഇറങ്ങാറില്ല. അത് നമ്മുടെ പിള്ളേരൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പോയി റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ മിക്സ് ചെയ്യാം, അസിസ്റ്റൻസ് ഉണ്ടല്ലോ. ആ സ്റ്റേജിലോട്ട് എത്തിയോണ്ട് നമുക്കിപ്പോ പറയാം. പണ്ട് നമ്മൾ ഇതൊക്കെ ചെയ്തേ പറ്റുള്ളൂ, വേറെ മാർഗമൊന്നുമില്ല. അപ്പൊ ഇത് വെയിലത്ത് പോയി നിന്ന് എല്ലാ ശബ്ദവും റെക്കോർഡ് ചെയ്ത് കൊണ്ടുവരണം. ഇപ്പൊ സിംഗ് സൗണ്ട് റെക്കോർഡിംഗ് എന്ന് പറയുന്നത് വേറൊരു വിഭാഗമാണ്. അത് നമ്മൾ സിംഗ് സൗണ്ട് എന്ന് പറയുന്നത് ഇപ്പൊ മലയാള സിനിമയിൽ പലതും ആയി വരുന്നു. ഇപ്പൊ മമ്മൂക്ക ഉൾപ്പെടെ എല്ലാവരും സിംഗ് സൗണ്ട് മാത്രമേ ചെയ്യൂ എന്ന് പറയുന്ന കാലത്തിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത്. ഹിന്ദി പടങ്ങളെല്ലാം സിംഗ് സൗണ്ടാണ്. ഒരു പടം പോലും ഡബിങ് ചെയ്യുന്നില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഷൂട്ടിംഗ് സമയത്ത് പ്രോംപ്റ്റിംഗ് ഉണ്ടല്ലേ, ഇപ്പൊ ആൾക്കാർ ഡയലോഗ് പ്രോംപ്റ്റ് ഈ സിംഗ് സൗണ്ട് ചെയ്യണം, ഇതൊന്നും നടക്കില്ല. ഡയലോഗ് A to Z കാണാതെ പഠിക്കണം. പിന്നെ അന്യഭാഷ ആൾക്കാരെ കൊണ്ടുവന്ന് അഭിനയിപ്പിക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ അഭിനയിക്കേണ്ടി വരും.
അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. പലപ്പോഴും അന്യഭാഷക്കാരെ കൊണ്ട് അഭിനയിപ്പിക്കുമ്പോഴത്തേക്ക് അവർ വിചാരിക്കും ഓക്കെ സിംഗ് സൗണ്ട് വേണ്ട, നമുക്ക് ഡബ് ചെയ്യാം. അതുകൊണ്ടാണ് ഒരു 50% ഇപ്പോഴും സിംഗ് സൗണ്ടും 50% ഇതിൽ നിൽക്കുന്നത്. ഏതാ സാർ ബെറ്റർ സാറിന് ഏതാ തോന്നിയിട്ടുള്ളത്? ഡെഫിനറ്റ്ലി സിംഗ് സൗണ്ട്. ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിനയിക്കുന്ന സമയത്ത് കിട്ടുന്ന ഇമോഷൻ നിങ്ങൾ രണ്ടാമത് മൈക്കിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ എന്ത് ഇമോഷനിലാണ് നിൽക്കുന്നത് എനിക്കറിയത്തില്ല. നിങ്ങൾ മറ്റേ ഇതിൽ ചാരി നിന്നിട്ട് നിങ്ങൾ മൈക്കിൻ്റെ എടുത്ത് നിങ്ങൾ ലിപ്പ് നോക്കി നിങ്ങൾ ഒരു ആർട്ടിസ്റ്റ് വീണ്ടും പെർഫോം ചെയ്യുമ്പോൾ അത് വിത്ത് ലോട്ട് ഓഫ് ഗ്രേറ്റ് എക്സ്പീരിയൻസ് ലൈക്ക് മമ്മൂട്ടി, മോഹൻലാൽ, മെയിൻ ആർട്ടിസ്റ്റുകളുടെ ഇതിൽ അവരിപ്പം ചെയ്ത് അവർക്കത് ഇതായി. ഇപ്പോൾ ഒരു പുതിയൊരാൾ വരുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു ആൾ വന്ന് അഭിനയിച്ചിട്ട് രണ്ടാമത് ഡബ് ചെയ്യാൻ പറയുമ്പോഴത്തേക്ക് അവർക്ക് ഒരിക്കലും അതൊക്കെ എത്തിക്കണമെങ്കിൽ ചിലപ്പോൾ അവരുടെ ഒരു 5 മിനിറ്റ് സീനായിരിക്കും. അതൊക്കെ ഡബ് ചെയ്ത് തീർക്കുമ്പോൾ 5 ദിവസം 6 ദിവസമാകും. ആ ഒരു 5 മിനിറ്റ് കൊണ്ട് അഭിനയിച്ചിട്ട് പോയതാണ് അവർക്ക് ഡബ് ചെയ്ത് അത് ഫലിപ്പിക്കണമെങ്കിൽ 5-6 ദിവസവും. അപ്പൊ ജസ്റ്റ് അത്രയും കഷ്ടപ്പാടാണ് അത് തിരിച്ചത് കൊണ്ടുവരിക. അതായത് അതേ ഇമോഷൻ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നത്. മറ്റേത് ഇവിടുന്ന് വരുമല്ലേ, ഹൃദയത്തിൽ നിന്ന് വരുമല്ലേ, അതങ്ങനെ ഒപ്പിയെടുത്തിട്ട് നമ്മൾ ഓഡിയൻസിലേക്ക് എത്തിക്കുകയല്ലേ. അപ്പം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് ഈ സിംഗ് സൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു കാറ്റഗറി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ അതില് ഈ റെക്കോർഡിംഗ് എല്ലാം വരും. ഇപ്പൊ റെക്കോർഡിംഗിൽ വരുന്നത് പിന്നെ ഇനി ഞാൻ പറയാത്ത കാര്യങ്ങളുണ്ട്. ഡബിങ് എഞ്ചിനീയർ റെക്കോർഡിസ്റ്റ് ആണ്. ഈ പറയുന്ന പോലെ ഒരു സോങ് റെക്കോർഡ് ചെയ്യുന്നുള്ള റെക്കോർഡിസ്റ്റ് ആണ്. പക്ഷെ ഇവരെല്ലാം സ്റ്റുഡിയോയ്ക്ക് അകത്തിരുന്ന് ജോലി ചെയ്യുന്നവരും. ഈ സിംഗ് സൗണ്ട് റെക്കോർഡിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന ആംബിയൻസ് കളക്ഷൻസ് എന്ന് പറയുന്നത് വെയിൽ കൊണ്ട് ജോലി ചെയ്യുന്നവരുമാണ്. അവർക്ക് അതുകൊണ്ട് ഒരു എക്സ്ട്രാ റെസ്പെക്ട് തന്നെയുണ്ട്. കാരണം അവര് കുറച്ചുകൂടെ കഷ്ടപ്പെടുന്ന. ഇത് വെറുതെ പോയി റെക്കോർഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല, അത് കുറച്ച് കഷ്ടപ്പാടാണ്. ഈ പറയുന്ന ലൊക്കേഷൻ ചെല്ലുമ്പം ക്യാമറമാനായിട്ട് വഴക്കുണ്ടാക്കേണ്ടി വരും, ചില സമയത്ത് ലൈറ്റ് ബോയ്സായിട്ട് വഴക്കുണ്ടാക്കേണ്ടി വരും. കാരണം ഈ ചെരുപ്പ് ഇവൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ടേക്ക് അടിപൊളി ഓക്കെ ആയിട്ടുണ്ടാവും. അപ്പോഴത്തേക്കായിരിക്കും ഡയറക്ടർ പറയുന്നത് ടേക്ക് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇവൻ പറയില്ല സാർ അപ്പുറത്തൂടെ ഒരു കാർ പോയി, സൗണ്ട് ലീക്കായി, യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോഴത്തേക്ക് വേണ്ട ഡബിങ് ചെയ്യാം എന്ന് പറയും. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് തരണം ചെയ്ത് വേണം ഇവന് ഈ സാധനം ക്ലീൻ ചെയ്ത് നമ്മള് മിക്സിംഗ് ടേബിളിലോട്ട് കൊണ്ടുവരാൻ. മിക്സിംഗ് ടേബിൾ കൊണ്ടുവരുമ്പം ഞാൻ എൻ്റെ കയ്യിലോട്ട് വരുമ്പോഴത്തേക്കായിരിക്കും ആ ഡയലോഗ് ക്ലീൻ അല്ലെങ്കിൽ ഞാൻ വിളിച്ചിട്ട് എന്തൊന്ന് റെക്കോർഡിംഗ് എന്ന് ചോദിക്കും. അത് ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ കാര്യം പറഞ്ഞു പോകാം. പക്ഷെ അവൻ കഷ്ടപ്പെടുന്നത് അവന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവനൊരു സെപ്പറേറ്റ് റെസ്പെക്ട് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു കാറ്റഗറിയാണ് ഡിസൈനിങ്. ഡിസൈനിങ്ങിൽ ഈ പറയുന്ന ഈ ഒരു സിനിമ കണ്ട് തുടക്കം മുതൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഈ സിനിമ എങ്ങനെ ആയിരിക്കണം അതിൻ്റെ ഒരു സൗണ്ട് സ്കേപ്പ്. ഇപ്പോൾ ഡയറക്ടറുമായിട്ട് വരുന്നൊരു ഡിസ്കഷൻ പോയി കഴിഞ്ഞാൽ ഇപ്പം ഡിസൈനിങ്ങിൽ 2 തലങ്ങളുണ്ട്. ഒന്ന് ഈ നമ്മൾ പ്രീ പ്രൊഡക്ഷൻ, അതായത് പ്രീ പ്രൊഡക്ഷനിൽ നടക്കുന്ന ഒരു ഡിസൈനിങ് പ്രോസസ്സുണ്ട്, പ്രൊഡക്ഷനിൽ നടക്കുന്ന ഒരു ഡിസൈനിങ് പ്രോസസ്സുണ്ട്, പോസ്റ്റ് പ്രൊഡക്ഷനിൽ നടക്കുന്ന ഡിസൈനിങ് പ്രോസസ്സുണ്ട്. ഇത് നമ്മൾ എങ്ങനെ ഇതിനെ വിലയിരുത്തണം എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പടം സ്ക്രിപ്റ്റിംഗ് സമയം മുതൽ ഒരു ഡിസൈനർ ഇതിൻ്റെ അകത്ത് ഇടപെടുകയാണെങ്കിൽ നമുക്ക് അവൻ ഈസി ആയിട്ട് ഈ സിനിമ ഒരു സീൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആ സീനിൽ സൗണ്ടിന് എന്ത് സാധ്യതയുണ്ട്, ഈ സൗണ്ടിന് വേണ്ടിയിട്ട് ഈ പടത്തിൽ നിങ്ങൾക്ക് ഈ സീനിൽ എന്ത് ചെയ്യാം എന്ന് പറയുന്ന ഒരു എക്സ്പ്ലനേഷൻ ഡയറക്ടറിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഓക്കെ നമുക്ക് ഇവിടെ നമുക്ക് എൻഗേജിങ് ആക്കേണ്ട ഒരു ക്ലോക്കിന്റെ ടിക്ക് വെക്കാം, ഒരു ക്ലോക്ക് സൗണ്ട് പ്രോപ്പർട്ടി വെക്കാം, അല്ലെങ്കിൽ ഒരു റേഡിയോ വെക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്. ചിലപ്പോൾ രണ്ടുപേരും സംസാരിക്കുന്ന മുറിയായിരിക്കും. അപ്പോൾ ആ മുറി വേണമെങ്കിൽ നമ്മൾ ഷൂട്ടിംഗ് ചെയ്ത് രണ്ടുപേരുടെ കോൺവെർസേഷൻ ഡ്രൈ ആയി പോകും. വേറെ ഒന്നും കാണിക്കാനോ ചെയ്യാനോ പ്രോപ്പർട്ടീസ് ഒന്നുമില്ല. അപ്പോൾ ആ മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം എന്ന് പറയുന്ന ഒരു ഡിസ്കഷൻ അവിടെ സ്ക്രിപ്റ്റിങ്ങിലുണ്ടാവും. അപ്പോൾ ചെലവ് കൂടാത്ത എന്താണോ എഴുതാൻ പറ്റുന്നത് അത് എഴുതും. അപ്പോൾ വെളിയിൽ ജനൽ തുറന്നിട്ട് മഴ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പ്രൊഡ്യൂസറിന് മഴയോ അപ്പൊ അതിന് വേണ്ടിയിട്ട് മഴ ഇടാണെങ്കിൽ ചെലവ് കൂടും. അല്ല അപ്പുറത്തൊരു സ്കൂള് ഇല്ല, അത് ചെലവ് ലൊക്കേഷൻ മാറും. അപ്പൊ അതിനനുസരിച്ച് എന്താണോ ചെലവ് കുറച്ച് നമുക്ക് പടത്തിൽ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാനായിട്ടുള്ളൊരു ഡിസ്കഷൻ അവിടെ വേണം. അപ്പൊ ആ ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷം ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പം പിന്നീട് വരുന്ന പോസ്റ്റ് പ്രൊഡക്ഷനിൽ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമുണ്ടാവും. പിന്നെ ഈ പോസ്റ്റ് പ്രൊഡക്ഷനിലുള്ള ഡിസൈനിങ് എന്ന് പറയുന്നത് ഈ സൗണ്ട്സ്കേപ്പ് നമ്മൾ ഫസ്റ്റ് ഷൂട്ടിങ്ങിന് മുമ്പ് ഡിസൈഡ് ചെയ്തു, അതിനനുസരിച്ച് ഷൂട്ട് ചെയ്തു. എന്നിട്ട് ഇതിൽ വരുന്നത് പോസ്റ്റ് പ്രൊഡക്ഷനിൽ വരുമ്പോഴത്തേക്ക് ഈ ചെയ്തത് മുഴുവൻ നമ്മൾ കളക്ട് ചെയ്യണം. ഇതെല്ലാം സൗണ്ട്സ് എല്ലാം നമ്മൾ കളക്ട് ചെയ്ത് എല്ലാം ചെയ്യേണ്ടത് ഒരു ഡിസൈനറുടെ ജോലിയാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഇവൻ ഈ ഡിസൈനർ ആയിരിക്കണം ഡബ്ബിങ്ങിലും പോയിരുന്ന് ഡബ്ബിങ് ഒന്ന് വെരിഫൈ ചെയ്യണം. അതെല്ലാം കഴിഞ്ഞിട്ട് ഡയറക്ടർ എന്താണോ ഈ സിനിമയ്ക്ക് വേണ്ടത് അത് കൃത്യമായി സൗണ്ടിൽ ക്യാരി ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് ഒരു ഡിസൈനറുടെ ജോലിയാണ്.
ഇവിടെ എന്ത് വേണം, അവിടെ എന്ത് വേണം, ഇതെന്ത് വേണം, ഓഫ് സ്ക്രീനിൽ എന്ത് വേണം, ഇതിന്റെ സീനിന്റെ മൂഡ് എന്താണ്, ആംബിയൻസ് എങ്ങനെ ഇരിക്കണം, അവിടെ കിളി കരയണോ അതോ പുലി വിളിക്കണോ എന്നുള്ള എല്ലാ സംഭവങ്ങളും അത് ആ ഒരു ഡിസൈനറും ഡയറക്ടറുമായിട്ടാണ് നമ്മൾ സംസാരിച്ച് പോകേണ്ടത്. ഈ ഒരു പ്രയർ ഡിസ്കഷൻ നടക്കാറുണ്ടോ പൊതുവെ? 90% ഇല്ല. ഇതിപ്പോ നമ്മളൊരു ആഗ്രഹം പറഞ്ഞതാണ്, ഒരു സിനിമ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന്റെ ഒരു ആഗ്രഹം പറഞ്ഞതാണ്. 90% ഉണ്ടാവാറില്ല. ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അവരാലോചിക്കുന്നത് ആരായിരിക്കും സൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു 10 പേരുടെ ലിസ്റ്റ് വരും. ഓക്കെ, ഇവരെ വിളിക്കൂ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. ഇങ്ങനൊരു സിനിമയുണ്ട്. അപ്പൊ പറയും അല്ല ഞങ്ങൾക്ക് അടുത്ത മാസം റിലീസാണ് എന്ന് പറയും. അപ്പൊ ആ അടുത്ത മാസം റിലീസിനുള്ള സിനിമയായിരിക്കും നമ്മുടെ കയ്യിൽ ഡിസൈൻ ചെയ്യാനും മിക്സ് ചെയ്യാനായിട്ട് വരുന്നത്. അപ്പൊ അതിൽ എന്തുണ്ട് അത് ചെയ്യാന്നുള്ളതല്ല, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ 90% പറഞ്ഞു, അപ്പോഴും 10% നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നടക്കുന്നുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. അത് നിങ്ങൾക്ക് തിരിച്ചറിയാനും പറ്റും. സിനിമ വന്നു കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ചറിയും ഇത് കൊള്ളാമല്ലോ, ഇതെന്താണ് പരിപാടി. ആ 10% ഈ അടുത്തിടയ്ക്കുള്ള ഒരു സിനിമ അത് മേ ബി ബ്രഹ്മയോഗം ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. അതുപോലെയുള്ള ഒരുപാട് സിനിമകൾ പറയും. പ്രേമം, അതൊക്കെ ഭയങ്കരമായ ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്തിട്ടുള്ള സിനിമകളാണ്. അത് കഴിഞ്ഞ് മിക്സ് ആയിട്ടൊക്കെ വെളിയിൽ വരുമ്പോഴത്തേക്ക് ഇതെന്ത് പരിപാടി എന്ന് ചോദിക്കും. ഉറപ്പല്ലേ? സത്യമാണ്. അപ്പൊ അത് അങ്ങനത്തെ സിനിമകൾ റെയറായിട്ട് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ 10% മാറ്റി വെച്ചു. അപ്പൊ അങ്ങനെ ഒരു 10% ഉണ്ട്. അതുകൊണ്ട് അതവിടെ മാറ്റി വെച്ചു. അപ്പം അല്ലാത്ത സിനിമകളാണ് 90% നടക്കുന്നത്. അപ്പൊ ആ കൂട്ടത്തിൽ നമ്മൾ അതിൽ എന്ത് നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ അത് ഡിസൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതല്ല, വേറെ ഒന്നും ഇല്ല. പക്ഷെ അവിടെ വേറൊരു കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇതിനകത്ത് മ്യൂസിക് ഡയറക്ടറുമായിട്ടൊരു ലിങ്കും കൂടെ ഡിസൈനർ കീപ്പ് ചെയ്യണം. ഡിസൈനർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക് ഡയറക്ടറുമായിട്ടൊരു വലിയൊരു ബന്ധം കീപ്പ് ചെയ്തിട്ട് ഒരു സീൻ വന്നിട്ട് ഇങ്ങനെയാണ് ഞാൻ സൗണ്ടിൽ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, സൗണ്ടിൽ ഇങ്ങനെയാണ് ഇതിന്റെ സൗണ്ട്സ്കേപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അവിടെ മ്യൂസിക് ഡയറക്ടർ കഞ്ച എന്ന് പറഞ്ഞ് വായിച്ചു വെച്ചാൽ അവിടെ ആ സൗണ്ടിൽ എന്തോന്ന് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. മ്യൂസിക് ഓവർ പവർ ചെയ്ത് അതും കൊണ്ടുപോകും. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതിൽ മിക്കതും അങ്ങനെയാണ് സംഭവിക്കുന്നത്. കാരണം നമ്മളെല്ലാത്തിനും ഡീറ്റെയിൽഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ബ്രഹ്മയോഗത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ? ബ്രഹ്മയോഗത്തില് ആ ചങ്ങലയുടെ സൗണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് കേട്ടെന്നറിയോ? അവിടെ മ്യൂസിക് ഇടാത്തോണ്ടാ. അവിടെ മ്യൂസിക് ഇട്ട് നിറച്ചു വെച്ചിരുന്നത് നിങ്ങൾ ചങ്ങലയും കേൾക്കാൻ പോകുന്നില്ല. ചങ്ങല ഉണ്ടെന്ന് മനസ്സിലാവും, ചങ്ങലയുടെ സൗണ്ടും കേൾക്കും, പക്ഷെ അതിന്റെ ഡീറ്റെയിലിംഗ് നിങ്ങൾ കേൾക്കാൻ പോകുന്നില്ല. ഇതിന്റെ മോളിൽ കൂടെ കേട്ടു എന്ന് പറയുമ്പോൾ എനിക്ക് കേൾക്കാൻ സന്തോഷമുണ്ട്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് മാത്രമായിട്ട് കേട്ടോണ്ട്. അതിന്റെ പുറത്തൊരു 1000 മ്യൂസിക്കും നമ്മുടെ മനുഷ്യന്റെ ചെവിയല്ലേ, ഇവൻ സ്ക്രീനിൽ കൂടെ വരുന്ന എല്ലാം കേട്ടേ പറ്റുള്ളൂ. ഈ കേൾക്കുന്ന സമയത്ത് മ്യൂസിക്കും ചങ്ങലയും ഡയലോഗും എല്ലാം കൂടെ തരും ഒരുമിച്ച്, ഇങ്ങനെ എന്നാ പിടിച്ചോന്ന് പറയും. അപ്പൊ നമ്മൾ ഏത് കേൾക്കും? അത് നമ്മള് വേർതിരിക്കാനുള്ള ശക്തി നമുക്ക് നാച്ചുറലി ഉണ്ട്. സ്ക്രീനിൽ കൂടെ വരും നമ്മൾ കേട്ടേ പറ്റുള്ളൂ. സത്യം. അവനത് മുഴുവൻ കേട്ടിട്ട് ആകെ വട്ടായിട്ട് എന്തൊക്കെയോ സംഭവിച്ചു എന്ന് പറയുന്നതല്ലാതെ ഇപ്പൊ ചങ്ങല മാത്രം കേട്ടപ്പോൾ അവൻ എൻജോയ് ചെയ്തു. അപ്പൊ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് ഡിസൈനറും ഡയറക്ടറും മ്യൂസിക് ഡയറക്ടറുമായിട്ട് ഉണ്ടാവണം. ആ ഒരു ധാരണ ഉണ്ടാവും. ഈ ധാരണയും കൂടെ കറക്റ്റ് പ്ലേസ്മെന്റിലായി കഴിഞ്ഞാൽ ദെൻ ഇത് വരുന്നത് നേരെ മിക്സിംഗ് ടേബിളിലാണ്. ഈ മിക്സിംഗ് ടേബിളിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സംഭവിക്കും. ഈ പറയുന്ന ഡയലോഗ് മാത്രം കണ്ടാണ് ഡയറക്ടർ ഡബിങ്ങിന് ഇരിക്കുന്നത്, അല്ലെങ്കിൽ സിംഗ് സൗണ്ട് ആണെങ്കിലും ഡയലോഗ് മാത്രം കണ്ടിട്ടാണ് എഡിറ്റിംഗ് ചെയ്യുന്നത്. ഇതെല്ലാം എഫക്ട്സ് ചെയ്ത് കഴിഞ്ഞ് ഇത് എഫക്ട്സ് മാത്രം കാണും. അപ്പൊ എഫക്ട്സ് ഫുൾ ലെവലിലായിരിക്കും സാധനം മുഴുവൻ കേൾക്കുന്നത്. ഇത് മുഴുവൻ കഴിഞ്ഞിട്ട് മ്യൂസിക് പോയിരുന്ന് കേൾക്കും. മ്യൂസിക് ഡയറക്ടർ കേൾപ്പിക്കുന്നത് ഡയറക്ടറിനെ ഫുൾ ലെവലിൽ മ്യൂസിക് വെച്ച് ഇതാണ് മ്യൂസിക്. അപ്പോൾ പുള്ളി ഫുൾ പടവും മ്യൂസിക് മാത്രം വെച്ചങ്ങ് കാണും. ഇത് കഴിഞ്ഞിട്ടാണ് നേരെ ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വരുമ്പോഴാണ് ശരിക്കും പ്രേക്ഷകൻ എന്താ കാണാൻ പോകുന്നുള്ളത് അവർ തിരിച്ചറിയുന്നൊരു ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സ്പേസ് അത്. ഇവരെന്തൊക്കെയാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് സ്വയം ഡയറക്ടർ തന്നെ തിരിച്ചറിയുന്ന ഒരു സ്പേസ് ആണ് മിക്സിംഗ് തിയേറ്റർ. ഇവിടുന്ന് ഭയങ്കരമായി സന്തോഷത്തോടെ ഇറങ്ങിപ്പോവും, ചിലപ്പോൾ ഭയങ്കര വിഷമത്തോടെ ഇറങ്ങിപ്പോവും. 2 വികാരങ്ങൾ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. എക്സ്ട്രീം സന്തോഷത്തിൽ പോകും, അതായത് അവർ പ്രതീക്ഷിച്ചതിനേക്കാളും മുകളിൽ ഈ പടം എത്തി എന്നുള്ള ഒരു സന്തോഷത്തോടെ ഇറങ്ങിപ്പോവും. അതേപോലെ അയ്യോ ഇങ്ങനെയാണോ, അപ്പോൾ ഇത് വീണ്ടും എഡിറ്റ് ചെയ്യണ്ടേ, അല്ല ഇത് വീണ്ടും റീവർക്ക് ചെയ്യണ്ടേ, ഇത് അപ്പോൾ ഇവിടെ എത്തിയതിന് ശേഷമാണ് ശരിക്കും റിയലൈസ് ചെയ്യുന്നത് ഓക്കെ നമ്മുടെ സിനിമ ഇതാണെന്നുള്ളത്. അപ്പൊ 2 വികാരങ്ങളാണ് ഇവിടെ. ഇടയിലുള്ള വികാരങ്ങളൊന്നുമില്ല, കുഴപ്പമില്ലല്ലേ, അതിവിടെ ശരിക്കും കുറവാ. ഒന്നെങ്കിൽ പോയി കയ്യിൽ നിന്ന് പോയി, അല്ലെങ്കിൽ ഇത് മേജർ സംഭവമായിട്ട് മാറി. അതായത് ഒരു പ്രതീക്ഷനേക്കാളും മുകളിൽ പോയി. ഇവിടെ ആ ഇമോഷൻസ് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു
പരിപാടി, ഒരു പ്രോസസ്, ഒരു മൊത്തം പ്രോസസ്സ്. മിക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞില്ല. ഞാൻ ചെയ്യുന്ന പണിയാണ് ഞാൻ വളരെ ലൈറ്റ് പറഞ്ഞു. പക്ഷേ അവിടെയാണ് ഏറ്റവും കൂടുതൽ വർക്ക് ഇവിടെ ഒരുപാട് നടക്കുന്നുണ്ട്. ഇവിടെ ഈ പറയുന്ന ഡിസൈനറും ഒരു എന്റെ ഈ തലയിലുണ്ടാവും. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ ഞാൻ തന്നെ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ പലപ്പോഴും രക്ഷപ്പെടും. കാരണം ഞാനാണല്ലോ രാജാവ്, ഞാനിരുന്നാ മതി. ഇപ്പം മ്യൂസിക് ഡയറക്ടർ ഇവിടെ, ഡയറക്ടർ ഇവിടെ, അങ്ങനെ പല സ്ഥലത്തായിട്ട് ഇരുന്നിട്ട് നമ്മളെല്ലാവരും താങ്ങിക്കൊണ്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. കാരണം ഇവർക്ക് എല്ലാവർക്കും ഓരോ ടേസ്റ്റ് ഉണ്ടാവും. കാരണം ഫൈനലി എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് മിക്സിങ് നോക്കാം. അതായത് ഏറ്റവും അവസാനം മിക്സിങ്ങിലായതുകൊണ്ട് ഡബിങ്ങിൽ ഇത് ശരിയായില്ല, അത് കുഴപ്പമില്ല, മിക്സിങ് ശരിയാക്കാം. അപ്പൊ ഇത് ഈ സാർ ഈ സൗണ്ട് ഇത്രയും വേണോ, ഇത് ഈ ആംബിയൻസ് അല്ല, അത് മിക്സിങ് നോക്കാം. മ്യൂസിക് ഡയറക്ടർ പറയില്ല ഇവിടെ മ്യൂസിക് തീരണം എന്നിട്ട് ഇവിടെ തുടങ്ങണം, അത് കുഴപ്പമില്ല, മിക്സിങ് നോക്കാം. ഇത് ഈ മിക്സിങ് നോക്കാൻ അപ്പോ അതുകൊണ്ട് ഇതെല്ലാം കൂടെ ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞൊരു സാധനം നമ്മുടെ അടുത്ത് വരും. ഇതെല്ലാം കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് അതിനെ സെറ്റാക്കി അതായത് മനുഷ്യർക്ക് കേൾക്കാൻ പറ്റുന്ന വിധത്തിൽ. അതായത് ഞാൻ പല സ്ഥലത്തും പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മളിവിടെ ഞാൻ ഒരു പ്രേക്ഷകന്റെ ചെവിയായിട്ട് മാറണം. അതാണ് കറക്റ്റായിട്ടൊരു മിക്സിങ്. അതായത് ഇപ്പൊ ചെവിക്കൊരു മാജിക് ഉണ്ട്. എന്താ മാജിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ വെളിയിൽ നിന്നൊരു നോയ്സി ആയിട്ടുള്ള സ്പേസിൽ രണ്ടുപേര് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മറ്റവരുടെ കോൺവെർസേഷൻ കേൾക്കാനായിട്ട് നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ബാക്കി നോയ്സ് ഒക്കെ കട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ എവിടെയാണോ ഫോക്കസ് ചെയ്യുന്നത് അത് മാത്രമേ നമ്മൾ കേൾക്കുള്ളൂ. അവിടെ നോയ്സ് എന്നാൽ പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്. പക്ഷെ നമ്മളത് കേൾക്കില്ല. നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരാൾ സംസാരത്തിൽ മാത്രമാണ്. അപ്പം അത് നമ്മുടെ ചെവിയുടെ ഒരു മാജിക്കാണ്. അതേ മാജിക്കാണ് ഞാനിവിടെ റീക്രിയേറ്റ് ചെയ്യേണ്ടത്. കാരണം ഈ സ്പീക്കറിൽ കൂടെ വരുമ്പോൾ ഇവൻ ഈ ഓഡിയൻസ് സിനിമയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ അതിൽ കൂടെ വരുന്നതൊക്കെ കേട്ടേ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ എന്തകത്തോട്ട് ഇട്ട് കൊടുക്കുന്നു അത് അവൻ കേൾക്കാൻ ബാധ്യസ്ഥനാണ്. അപ്പൊ നമ്മൾ അവൻ എന്ത് കേൾക്കണം എന്നൊരു ഡിസിഷൻ എടുക്കണം. ഇത് കേട്ടാൽ മതി, ഈ ഡയലോഗ് മാത്രം അവൻ കേൾക്കട്ടെ, അല്ലെങ്കിൽ ആ ചങ്ങല മാത്രം കേൾക്കട്ടെ, അല്ലെങ്കിൽ ആ മ്യൂസിക് മാത്രം കേൾക്കട്ടെ. അവിടെ എല്ലാം ഉണ്ട്, പക്ഷെ അത് എന്താണ് കേൾപ്പിക്കേണ്ടതെന്നുള്ളൊരു ഡിസിഷൻ ഈ ടേക്ക് ചെയ്യുക. ഇവിടെ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഒരു മ്യൂസിക് 1 മാസം എടുത്ത് വർക്ക് ചെയ്ത മ്യൂസിക് ആണെങ്കിലും ഒറ്റ സ്വിച്ച് മതി മ്യൂട്ട് ചെയ്യാൻ, തീർന്നു പരിപാടി. അപ്പൊ അത് അങ്ങനെ ഒരുപാട് വഴക്കുകളും യുദ്ധങ്ങളും നടക്കുന്നതാണ്. ഒരുപാട് ചരിത്ര മുഹൂർത്തങ്ങൾ ഇഷ്ടം പോലെ വലിയ വലിയ ആൾക്കാരുടെ മ്യൂസിക് കട്ട് ചെയ്ത് അവസാനം നമ്മളിങ്ങനെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്ന അവസ്ഥകളൊക്കെ പല സമയത്തും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ബട്ട് ഓൾ ബെറ്റർ ഫോർ ദ മൂവി. അത് ഇവിടുത്തെ വഴക്കൊക്കെ ഇവിടെ തന്നെ തീരും. ഇവിടെ അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മള് ചില്ലാണ്, ഒരു പ്രശ്നമില്ല.